അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യം ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തേത് നോക്കാം. ആ ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമുക്ക് നോക്കാം. തഹൂറായ വെള്ളം വേണം. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ ഹറാമാണ്, കറാഹത്താണ്. പിന്തി തുടർന്നവൻ, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും കറാഹത്താണ് എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തത്, പള്ളിയിൽ തുപ്പൽ. അപ്പോൾ പള്ളിയിൽ തുപ്പൽ അത് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ്? ഹറാമാണ്. അതിൻ്റെ വിധി ഹറാമാണ്. അപ്പം ബ്രാക്കറ്റിലുള്ളത് ഹറാം എന്നുള്ളത് എന്താക്കുക? രണ്ടാമത്തതിനോട് യോജിച്ച് നേരെ എഴുതുക. മൂന്നാമത്തത് മസ്ബൂക്ക്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ അപ്പോൾ പിന്തി തുടർന്നവനാണ് എന്ത് പറയുക? മസ്ബൂക്ക് എന്ന് പറയാം. മസ്ബൂക്കിൻ്റെ അർത്ഥമാണ് എന്ത്? പിന്തി തുടർന്നവൻ. ഇനി നാലാമത്തത്, മയ്യത്ത് നിസ്കാരത്തിൽ 2-ാം തക്ബീറിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ 2-ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇനി അഞ്ചാമത്തത്, മയ്യത്ത് നിസ്കാരത്തിൽ 3-ാം തക്ബീറിന് ശേഷം എന്താ ചെയ്യേണ്ടത്? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു തുടങ്ങിയ ആ ഒരു ദുആ. മയ്യത്ത് നിസ്കാരത്തിൽ 3-ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ആണ് ചെയ്യേണ്ടത്. ഇനി ആറാമത്തത്, അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും ത്വഹൂറായ വെള്ളം വേണം. അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും ത്വഹൂറായ വെള്ളം വേണം. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. വ്യക്തമാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കണം? വ്യക്തമാക്കി എഴുതണം. ഒന്നാമത്തെ നോക്കാം. നിസ്കാരം തഹ്രീമിൻ്റെ കറാഹത്തായ ഒരു സമയം. അപ്പോൾ കുറേ ഉണ്ടാകും. അതിൽ നമ്മൾ എത്ര എണ്ണം എഴുതിയാൽ മതി? 3ഓളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഒരു സമയം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് മാത്രം. ഒന്ന് ഏതാണ്? സുബഹി നിസ്കരിച്ച ശേഷം സൂര്യൻ 7 മുഴം അഥവാ സുമാർ 16 മിനിറ്റ് ഉയർന്നത് വരെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്താക്കാൻ പാടില്ല? നിസ്കാരം തഹ്രീമിൻ്റെ കറാഹത്തായിട്ടുള്ള സമയമാണ്. സുബഹി നിസ്കരിച്ച ശേഷം സൂര്യൻ 7 മുഴം അഥവാ സുമാർ 16 മിനിറ്റ് ഉയർന്നത് വരെ. രണ്ടാമത്തതോ, അസർ നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. മൂന്നാമത്തത്, വെള്ളിയല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയം. അപ്പോൾ ഈ സമയങ്ങളിലാണ് നിസ്കാരം തഹ്രീമിൻ്റെ കറാഹത്തായിട്ടുള്ള സമയങ്ങൾ. രണ്ടാമത്തത്, ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത്. ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് ഏതാണ്? ഒരു ഇമാമും ഒരു മഅ്മൂമും. അതുതന്നെ, ഒരു ഇമാമും ഒരു മഅ്മൂമും ഉള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത്. ഇനി മൂന്നാമത്തത്, ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതേതാണ്? ഫർള് നിസ്കാരം തന്നെ. ഫർള് നിസ്കാരമാണ് ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം. ഇനി അടുത്തത് നാലാമത്തത്, ജുമുഅ നിർവഹിക്കേണ്ട സമയം. വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്ത്. അപ്പോൾ വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്താണ് ജുമുഅ നിർവഹിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. വുളൂഇൻ്റെ നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വുളൂഇൻ്റെ നിയ്യത്തോടു കൂടെ വെള്ളത്തിൽ മുങ്ങിയാൽ എന്ത് ലഭിക്കും? വുളൂ ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ വുളൂ ലഭിക്കുന്നതാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, ഭക്ഷ്യവസ്തു കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ് അല്ലേ? ശൗച്യം ചെയ്യൽ, മനോഹരം ചെയ്യൽ എന്നൊക്കെ പറയും. അപ്പം അതെന്താണ്? ഭക്ഷ്യവസ്തു കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ് എന്ന് തന്നെയാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത്, സുബ്ഹ് നിസ്കാരത്തിൻ്റെ ഒരു സമയമാണ് പറയുന്നത്. സുബ്ഹ് ഏതാണ്? ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് എന്തിൻ്റെ സമയം? സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം. അവിടെ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 അവ 3 വിധമാണ് അല്ലേ? ഖൗലിയ്, ഫിഅലിയ്, പിന്നെ ഖൽബി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 അവ 3 വിധമാണ്.
ഇനി അഞ്ചാമത്തത് ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിന് ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. അപ്പം ഹലാലായിട്ടുള്ള യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിന് എന്ത് വേണമെന്നില്ല? ഖിബ്ലക്ക് മുന്നിടണമെന്നില്ല. ഇനി അടുത്തത് 2 വീതം എഴുതാം. അപ്പോൾ താഴെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും 2 വീതം മാത്രം എഴുതുക. 1. പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? 2 പെരുന്നാൾ നിസ്കാരം, തഹജ്ജുദ്, ളുഹ, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരങ്ങൾ. അതാണ് പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. ഏതെങ്കിലും 2 മാത്രം എഴുതുക. രണ്ടാമത്തത് ജുമുഅ ഖുത്ബയുടെ ഷർത്തുകൾ. ജുമുഅയുടെയും ഖുത്ബയുടെയും ഷർത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ളുഹറിന്റെ സമയത്തായിരിക്കുക. രണ്ടാമത്തെ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയാവുക. മൂന്നാമത്തത് ഔറത്ത് മറയ്ക്കുക. നാലാമത്തത് അറബി ഭാഷയിലായിരിക്കുക. അഞ്ചാമത്തത് കഴിവുള്ളവൻ നിൽക്കുക. ആറാമത്തത് 2 ഖുത്ബയുടെ ഇടയിൽ ഇരിക്കുക. ഏഴാമത്തത് തുടർച്ചയായി കൊണ്ടുവരിക. എട്ടാമത്തത് ആരായിരിക്കുക? പുരുഷനായിരിക്കുക. ഖത്തീബ് ആരായിരിക്കണം? പുരുഷനായിരിക്കണം. 9ാമത്തത് ജുമഅക്ക് അർഹരായ 40 ആളെ എന്താക്കണം? കേൾപ്പിക്കണം. അപ്പം ഇതൊക്കെയാണ് എന്ത്? ജുമയുടെ ഖുത്ബയുടെയും ഷർത്തുകൾ. ഇനി 3ാമത്തത് നോക്കാം. ജുമഅ ഖുത്ബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1. ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുക. നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. ദുആ കേൾക്കുമ്പോൾ ആമീൻ പറയുക. ഇതൊക്കെയാണ് ഇത് ജുമയ്ക്കും ഖുത്ബയ്ക്കും കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ. ഇനി അടുത്തത് 7ാമത്തത് ഉത്തരം എഴുതാം. ചോദ്യം എന്താണ്? ജുമഅക്ക് ഇമാം എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമഅക്ക് ഇമാം എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം ഏതാണ്? ജുമഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഇമാം നിയ്യത്ത് ചെയ്യേണ്ടത്. രണ്ടാമത്തത് വിത്ർ നിസ്കാരത്തിന്റെ സമയം ഏതാണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് എന്തിന്റെ സമയം? വിത്ർ നിസ്കാരത്തിന്റെ സമയം. മൂന്നാമത്തത് സലാം വീട്ടിയ ഉടനെ 3 തവണ പറയണം. എന്തൊക്കെയാണ് പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ് പറയേണ്ടത്. നാലാമത്തത് സഹ്വിന്റെ സുജൂദ് നിർബന്ധമാണ്. ആർക്ക്? എപ്പോൾ? ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ ആർക്ക് നിർബന്ധമാണ്? മഅ്മൂമിന് നിർബന്ധമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സഹ്വിന്റെ സുജൂദ് എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. നിസ്കാരങ്ങളിൽ നിന്ന് അബാദ് സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ എന്താക്കാം? സഹ്വിന്റെ സുജൂദ് സലാമിന് മുന്നേ ചെയ്യണം അല്ലേ? സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുന്നേ. അപ്പം അത് സുന്നത്തേ ഉള്ളൂ. പക്ഷേ മഅ്മൂമിന് നിർബന്ധമാണ്. കാരണം ഇമാമിനെ തുടരൽ മഅ്മൂമിന് എന്താണ്? നിർബന്ധമാണ്. അപ്പം ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ മഅ്മൂമിന് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. ഇനി ക്രമത്തിലാക്കാം. താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർഡർ തെറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കത് ക്രമത്തിലാക്കി എഴുതാം. ഒന്ന് ഏതാണ്? ദുനൂബി കുല്ലഹ അല്ലാഹുമ്മ അഗ്ഫിർ ലി വ ഖതായായ. അപ്പം അത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? അല്ലാഹുമ്മ അഗ്ഫിർ ലി ദുനൂബി വ ഖതായായ കുല്ലഹ എന്ന് വരും. രണ്ടാമത്തതോ വലിവാലിദയ്യ കമാ റബ്ബയാനി റബ്ബി റഹംഹുമ അല്ലാഹുമ്മ അഗ്ഫിർ ലി സഗീറ. അപ്പം അത് യോജിപ്പിച്ച് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതുമ്പോൾ അല്ലാഹുമ്മ അഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ അഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.